ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് ഞാൻ ഒരു ഗ്ലാസ് 1.5 ഗ്ലാസ് അരി എടുക്കുന്നേ. 1.5 ഗ്ലാസ് അരി എടുക്കുന്നു. ഇതൊന്ന് കുതിരണം. ഒരു 4-5 മണിക്കൂർ ഇത് കുതിരാൻ വെക്കണം. കുതിർന്നതിന് ശേഷം ഇത് നമുക്ക് അരച്ചെടുക്കാം. നമ്മളിത് 4-5 മണിക്കൂർ കുതിരണമല്ലോ. കുതിർന്നതിന് ശേഷം അരയ്ക്കണം. അരച്ചതിന് ശേഷം ഞാൻ അതിനകത്ത് വേറെ അരയ്ക്കാനായിട്ട് വേറെ ചേരുവകൾ ചേർക്കാനുണ്ട്. അത് നമുക്ക് അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇത് ചെയ്ത് കാണിക്കാം. ഞാൻ ഈ അരിക്കകത്തോട്ട് അര സ്പൂണ് ഉലുവ ഇടുവാണേ. നമ്മളിത് ഉഴുന്ന് ചേർക്കാതെ അരയ്ക്കുന്ന ഒരു പലഹാരമാണേ. ഉഴുന്ന് ചേർക്കുന്നില്ല ഇതിനകത്തിൽ. ഒരു വെറൈറ്റിയാണ്. ഞാൻ ഇതിനും ഒരു 4-5 മണിക്കൂർ കുതിരണം. കുതിർന്നതിന് ശേഷം നമുക്കിത് അരയ്ക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം ഇപ്പോൾ അരയ്ക്കുമ്പോൾ നമുക്ക് അരയ്ക്കേണ്ട ഇതിനകത്ത് ചേർക്കുന്ന സാധനങ്ങളൊക്കെ ഇനി കാണിക്കാം. ഹലോ കൂട്ടുകാരെ, നമ്മൾ അരി വെള്ളത്തിൽ ഇട്ടിരുന്നല്ലോ, അത് കുതിർന്നിട്ടുണ്ട്. കുതിർന്നു. അതുകൊണ്ട് ഇനി അരയ്ക്കാൻ പോവാണേ. അതിന് അരയ്ക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു ബൗളിനകത്തുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ജീരകം എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് ഇടുക. പിന്നെ ഒരു ചെറിയ തവി ചോറ്. നമ്മളിതിനകത്തിൽ ഈസ്റ്റും സോഡാപ്പൊടിയും ഒരു കാര്യവും നമ്മൾ ചേർക്കുന്നില്ല. അല്ലാതെ നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇനി അത് നല്ലതായിട്ട് ഇത് അരയണം. നല്ല രീതിക്ക് ഇത് അരച്ചെടുക്കണം. ഇത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ അരയ്ക്കാൻ പോവാണേ. നമ്മളിത് രാത്രിയിലാണ് അരയ്ക്കുന്നത്. അത് ഞാൻ അരിയാണ് കുതിർന്ന് കിട്ടിയത് ഇപ്പോഴാണ് രാത്രിയിൽ അരയ്ക്കുന്നത്. ഇത് തേങ്ങാവെള്ളമാണ്. തേങ്ങാവെള്ളം വെച്ചിട്ട് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് വെച്ചിരുന്ന തേങ്ങാവെള്ളം അത് ഇതിനകത്ത് ഒഴിക്കുക. അതുകൂടെ ഒഴിച്ചാൽ അരയ്ക്കുന്നത്. അല്ലാതെ ഞാൻ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഈ ഒരു കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല. അല്ലാതെ നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഇതൊന്ന് ഇനി നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. നല്ലതായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി അതായത് ഈ പാത്രത്തിലോട്ട് മാറ്റാമേ. രാത്രി ആയതുകൊണ്ട് ക്ലിയർ ആകുമെന്നൊന്നും അറിയത്തില്ല. ഒരു പാത്രത്തിലോട്ട് ഇനി മാറ്റാമേ. ഞാൻ അരച്ചത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയേ. ഇനി നമുക്ക് ഒരു 5-6 മണിക്കൂർ ഇത് പൊങ്ങാൻ വെക്കാം. ഇത് രാവിലെ ആകുമ്പോഴത്തേനും നന്നായിട്ട് പൊങ്ങിയിരിക്കും. പിന്നെ ഞാൻ വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് ഒന്നും ചേർത്തിട്ടില്ല. ഈസ്റ്റ് ചേർത്തിട്ടില്ല, സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. അരിയും തേങ്ങയും ജീരകവും ഇച്ചിരി ചോറുമേ അരച്ച് ചേർത്തിട്ടുള്ളേ. ഇത് നാളെ ആകുമ്പോഴത്തേനും ഒരു 3-4 മണിക്കൂർ ഇത് പൊങ്ങാൻ വെക്കാം നമുക്ക്. രാവിലെ എന്നിട്ടെടുത്ത് കാണിക്കാം ഞാൻ. ഇന്നലെ അരച്ച മാവ് പൊങ്ങിയിട്ടുണ്ടേ. നമുക്കിനി ഇച്ചിരി ഉപ്പൂടെ ഇടാമേ. ഉപ്പിട്ട് ഇളക്കാം നമുക്ക്. ഉപ്പിടുവാണേ. ഇച്ചിരി നേരത്തെ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതിന് പോരാ, അതിന് ശകലം കൂടി ഇട്ട് ഇളക്കുക ഞാനിത്. ഞാൻ ആ മാവിലോട്ട് ഇതൊന്ന് വഴറ്റി ചേർക്കുവാണ്. ഇത് വഴറ്റി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും വഴറ്റി ചേർക്കുവാണെങ്കിൽ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ടേ. അതിന് ഞാൻ ഒരു അരമുറി സവോള, ഒരു പച്ചമുളക്, ഒരു ഇച്ചിരി ഇഞ്ചി എടുത്തിട്ടുള്ളേ. ശകല ഇഞ്ചി, ഒരു ടേസ്റ്റിനും മാത്രം. അതിലോട്ട് ഇടുവാണ്. ഒന്ന് വഴറ്റട്ടെ. ഇത് വഴറ്റി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എന്നാലും ഒന്നുകൂടെ ഒരു ടേസ്റ്റാണ് പിന്നെ ആ അപ്പത്തിന് നമ്മൾ കഴിക്കുമ്പോൾ. അതിനൊന്ന് വഴറ്റി ഇതുകൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ട്. അതിനാണ് ഇത് ചെയ്യുന്നത്. ഒരു ചെറുതായിട്ടൊന്ന്, ഒരുപാട് മൂക്കും ഒന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ഒരു ശകല എണ്ണ ഒഴിച്ചിട്ടുള്ളൂ, ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് മാത്രം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കെ. നമ്മളതിനകത്ത് ഉഴുന്നും ഒന്നും ചേർത്തിട്ടില്ല. നല്ലതായിട്ട് നമുക്ക് ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഉഴുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. ഉഴുന്നില്ല. ഉഴുന്നും ഈസ്റ്റും സോഡാപ്പൊടിയും ഞാൻ ചേർത്തിട്ടില്ല. ചേർക്കാതാണ് ചെയ്തേക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇടുവാണേ.
മാവിലോട്ട് ചേർക്കുവാണ് ഞാനിത് വഴറ്റിയ സാധനം. ഇത് നമുക്കൊന്നിനി കൂട്ടി യോജിപ്പിക്കാം. കൂട്ടി യോജിപ്പിക്കുവാണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. നമ്മളും ഇത് വേറൊരു വെറൈറ്റി ദോശയാണ്. നമുക്കിനി ചുട്ട് കാണിക്കാമേ. പാൻ ചൂടായേ. ഇത് നോൺ സ്റ്റിക്കിൻ്റെയാണ്. നോൺ സ്റ്റിക്കിലോ നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടിയിലോ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാമേ. ഇനി ഒരു തവി ഒഴിച്ചാൽ മതിയേ. അത് നടച്ച് വെക്കുവാണേ. ഒന്ന് ചെറിയ തീയില മതിയേ. ഒരുപാട് വലിയ തീയിൽ നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അത് ചെറുതായിട്ട് ചെറിയ തീയിൽ ഇത് പാകം ചെയ്തെടുക്കാം. ഒരു വശം മൂത്തിട്ടുണ്ടേ, തിരിച്ചിടുക. ഇത് റെഡി ആയിട്ടുണ്ടേ. അടുത്ത് ഒരെണ്ണം കൂടെ ഒഴിക്കാമേ. ഇനി ഓരോ തവി ഒഴിച്ചാൽ മതിയേ. ഒന്ന് തിരിച്ചിടുക. ഇത് മൂന്നാമത്തെയാണേ. നമുക്കിനി ഇരുമ്പ് ചീനച്ചട്ടി കൂടെ ചെയ്ത് കാണിക്കാം ഞാൻ. ഇതിപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിനകത്താണ് ചെയ്തേക്കുന്നത്. നമ്മളിനി ഇരുമ്പ് പോലുള്ള ചീനച്ചട്ടിക്കകത്താണ് ഇനി ചെയ്യുന്നത്. അതിലോട്ട് ഇനി ഒഴിക്കുക. ഇത് കുറച്ചുകൂടെ കുടുവുണ്ട്. അതും ചെയ്ത് കാണിക്കുവാണേ. ഇത് നല്ല മണമൊക്കെ. നമ്മൾ ഇതിനകത്ത് പിന്നെ സവോളയും ഇച്ചിരി ഇഞ്ചിയുടെയും എല്ലാം കൂടെ ചേർത്തതല്ലയോ, കറിവേപ്പിലയും എല്ലാം കൂടെ നല്ല മണം. ഒരു കഴിക്കാൻ തന്നെ നമുക്ക് തോന്നും. നല്ല മണവും നല്ല ടേസ്റ്റും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഉഴുന്നിന് പകരം നമ്മൾ ഉഴുന്ന് ചേർത്തിട്ടില്ലല്ലോ. ഞാൻ ഒരു സ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. നമ്മൾ ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ ഈ മാവ് പൊങ്ങുമേ. ഉലുവയും തേങ്ങയും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതിന് മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേ. ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. ഞാൻ തിരിച്ചിടുവാണേ. രണ്ട് റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ പുഴുവുണ്ട്. ഇതിന് ബൺ ദോശ എന്നാണ് പറയുന്നത്. ഈ ദോശയ്ക്ക് ബൺ ദോശ എന്നാണ് പറയുന്നത്. ഇത് ഈ ഇതാകുമ്പോൾ കുറച്ചുകൂടെ പുഴുവുണ്ട്. മറ്റേ കുറച്ചുകൂടെ ഒരു പരപ്പുള്ള ഒരു പാത്രമാണ്. നോൺ സ്റ്റിക്കിനകത്തിലും എന്താ പറഞ്ഞാൽ നോൺ സ്റ്റിക്കിലും ഉണ്ടാക്കാം, നമുക്ക് ഇരുമ്പിനകത്തിലും ചെയ്യാം. ഇരുമ്പിൻ ചട്ടിയാകുമ്പോൾ ശകലം എണ്ണ തൂക്കണമെന്നുള്ളതേ ഉള്ളൂ. ഞാൻ കുറച്ച് എണ്ണ തൂത്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അല്ല എണ്ണ തൂത്തില്ലെങ്കിൽ ഒട്ടിപ്പിടിക്കത്തില്ലേ, നമുക്ക് ഇളക്കിയെടുക്കാൻ പാടാം. ഇതിലും റെഡിയാക്കിയേ. കുറച്ചുകൂടെ മുരിഞ്ഞും കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ബൺദോശ റെഡിയായേ. അതിലൂടെ ഞാൻ കടലക്കറിയാണ് ചെയ്തേക്കുന്നത്. കടലക്കറി ചെയ്ത് കാണിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ. പിന്നെ നല്ല കുറുകിയ കടലക്കറിയാണ് ചെയ്തേക്കുന്നത് ഞാൻ. നല്ല ബൺദോശയാണ്. നല്ലതാണ്. ഇതേണ്ട നല്ല കാണാമോ, നല്ല സോഫ്റ്റാണ് കണ്ടോ. അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ആണേ, നല്ല സ്വാദുണ്ട്. നിങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്കാം.
നമുക്കതിനകത്ത് കൂടിയ പിന്നെ ഈസ്റ്റും സോഡാപ്പൊടിയോ അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അതിൻ്റെ കൂടെ ഉലുവ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. കണ്ട് അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സ്വാദാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും നാളെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.